everyone. ഇന്ന് നമ്മളോട് കൂടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനിരിക്കുന്നത് മിസ്സിസ് ബിൻസി ബേബി ആൻഡ് മിസ്സിസ് ലിജി ജെറിൻ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ ബോത്ത് ഓഫ് യു. താങ്ക് യു മാം. ഓക്കെ, നമ്മുടെ റീസെന്റ് സൗദി പ്രൊമറ്റിക് വിന്നേഴ്സ് ആണ് ഇവർ രണ്ടുപേരും. മാർച്ച് സെക്കൻഡ് വീക്കിലായിരുന്നു ഇവരുടെ എക്സാമിനേഷൻ. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങൾ വിഷൻ ലേണിംഗ് ചൂസ് ചെയ്യാനായിട്ട് കാരണം? ഞാൻ സൺ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ മേഘ എന്ന് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഇപ്പോൾ ജനുവരിയിലാണ് ലാസ്റ്റ് പ്രൊമറ്റിക് ഇവിടുത്തെ വിന്നറാണ്. അപ്പോൾ പിന്നെ ഒമാനിൽ എഴുതിയിട്ടുള്ള കുറച്ച് ചേച്ചിമാർ അവിടെ ഉണ്ടായിരുന്നു. ആ ചേച്ചിമാരൊക്കെ വിന്നറായി. അപ്പോൾ അവരിൽ നിന്നാണ് ഞാൻ ഇത് അറിഞ്ഞിട്ട് ഇവിടേക്ക് ജോയിൻ ചെയ്തത്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ടാണ് വിഷൻ ലേണിങ്ങിനെ കുറിച്ച് അറിഞ്ഞത്. അതുപോലെ തന്നെ ഇൻസ്റ്റയില് കുറെ റിവ്യൂസ് കണ്ടു. അപ്പൊ എനിക്ക് തോന്നി ഇതൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു. ഓക്കെ, എങ്ങനെയായിരുന്നു നമ്മുടെ വിഷൻ ലേണിംഗിലെ ജേർണി? അതായത് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഇവിടുത്തെ കോഴ്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരുമിച്ചാണ് ജോയിൻ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ 15 ദിവസത്തെ ക്രാഷ് കോഴ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ 15 ദിവസത്തെ ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പേടി ഉണ്ടാവും. കാരണം ഈ 15 ദിവസം കൊണ്ട് നമ്മളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് തിയറി പഠിച്ച് കഴിയാവുന്നുള്ള ടെൻഷൻ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഉണ്ടായിരുന്നു. എന്നാലും ഫസ്റ്റിലെ നമ്മൾ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വന്ന അന്ന് തൊട്ട് തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ഫസ്റ്റ് തന്നെ ഒരു ഇനീഷ്യൽ അസസ്മെന്റ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ എത്രത്തോളം നമുക്ക് തിയറി ബേസിക് അറിയാമെന്നുള്ളൊരു സെൽഫായിട്ട് നമുക്കൊരു ഉത്തരം നമുക്ക് തന്നെ കിട്ടി. അതുകൂടാതെ തന്നെ ആദ്യത്തെ കുറച്ച് ദിവസം തിയറി ക്ലാസ്സസ് ആയിരുന്നു. അത് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. അതിനുശേഷം പിന്നെ അതോടൊപ്പം തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മോട് തന്നെ ഒരു റെസ്പെക്ട് തോന്നും. നമ്മൾ എവിടത്തോളം എത്തി എന്നുള്ളൊരു ബോധം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടി. കൂടാതെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് തിയറി പഠിച്ചുകൊണ്ടിരുന്നത്. അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, ലിജി പറഞ്ഞതുപോലെ ഫസ്റ്റ് ഇനീഷ്യൽ അസസ്മെന്റും അതുപോലെ തന്നെ തിയറി ഓറിയന്റഡ് ക്വസ്റ്റ്യൻസും ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റിയായിരുന്നു. എങ്ങനെയായിരുന്നു ഇവിടുത്തെ ടീച്ചിങ് മോഡ്, ടീച്ചിങ് പാറ്റേൺ എങ്ങനെയായിരുന്നു? ഞാൻ 15 ദിവസത്തെ ക്രാഷ് കോഴ്സ് തന്നെയാണ് ചേർന്നത്. വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഞാൻ ഏകദേശം 2010 പാസ് ഔട്ട് ആയത്. നഴ്സിംഗ് പാസ് ഔട്ട് ആയി. ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്. നമ്മൾ ഈ കേരളവും ബാംഗ്ലൂരും കമ്പയർ ചെയ്യുമ്പോൾ ബാംഗ്ലൂരിൽ നമുക്ക് തിയറി ആണെങ്കിലും പ്രാക്ടിക്കൽ ആണെങ്കിലും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ 15 ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചായിരുന്നു. കാരണം ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ ഉള്ള ക്ലാസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ്സും പിന്നെ വിഷൻ ലേണിംഗിന്റെ ഒരു ആപ്പ് ഉണ്ടായിരുന്നു. ആപ്പിൽ ഏകദേശം 3000-ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ക്വസ്റ്റ്യൻസ് വളരെയധികം ഇവിടെ ഡിസ്കഷൻ നടന്നിരുന്നു. അതുമൂലം ഞങ്ങൾക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, ലിജിക്ക് എന്താ പറയാനുള്ളത് ഡിസ്കഷൻ ക്ലാസ്സിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ എക്സാമിനോട് ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു? അതെന്തായിരുന്നു, എങ്ങനെയായിരുന്നു ലിജിക്ക് അത് ഹെൽപ്ഫുൾ ആയിരുന്നു? ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ മാഡമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മളിപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റ് ആവണമെന്നില്ല, കൂടുതൽ മിസ്റ്റേക്ക് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത് വഴി തന്നെ നമ്മുടെ മനസ്സിലത് കറക്റ്റായിട്ട് ഓർത്തിരിക്കാൻ പറ്റിയിരുന്നു. അത് എക്സാമിൻ്റെ ടൈമിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ നന്നായിട്ട് തന്നെ ഓർത്തിരുന്നു. സോ എക്സാം ടൈമിൽ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പറയണു വിഷൻ ലേണിംഗിലെ ടീച്ചിങ്ങും അതുപോലെ തന്നെ മോഡ് ഓഫ് ടീച്ചിങ് പാറ്റേണും ഇറ്റ് ഈസ് വെരി ബെനിഫിഷ്യൽ ഫോർ യു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വരുന്ന അപ്കമേഴ്സിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഓക്കെ, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം വളരെ കുറവായിരുന്നു. ഈ 15 ദിവസം ഈ നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ള മാർക്ക് മാത്രമാണ് എന്നെ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. ടീച്ചറെ ഇപ്പം ഞങ്ങൾക്ക് എടുത്തിരുന്നത് നീതു മാമും സാബു സാറും ആയിരുന്നു. അവരും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഒരു ടീച്ചർ സ്റ്റുഡൻറ് എന്നുള്ള ഒരു ബന്ധമല്ല, അവിടെ ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ക്ലാസ് എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ ഒരു ഇത് വളരെയധികം അച്ചീവ്മെന്റ് ഞങ്ങൾക്ക് നേടാനായിട്ട് ഈ കുറഞ്ഞ ദിവസം കൊണ്ട് സാധിച്ചു. അതുകൊണ്ട് എല്ലാ ഫ്രണ്ട്സിനും ഞാൻ പ്രിഫർ ചെയ്യാണ് വിഷൻ ലേണിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 15 ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് എക്സാം പാസ് ആവാനായിട്ട് പറ്റും. അതുകൊണ്ട് എല്ലാ സ്റ്റുഡൻസും
അല്ലെങ്കിൽ ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്ന, പുറത്തേക്ക് പോകാനായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വിഷൻ ലേണിംഗ് തന്നെ ചൂസ് ചെയ്യണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാം. Okay, so best wishes for your future. താങ്ക് യു. താങ്ക് യു.